Yeah, hi guys, ഞാൻ നിങ്ങളെ സ്വന്തം റൈസ് ഖാൻ ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. Wow guys. സോ ഗൈസ്, ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല ഗൈസ്. ഇന്ന് സംഭവിച്ചു കഴിഞ്ഞാല് ഇന്ന് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ, അതായത് ഇന്നും നമ്മളൊരു വഴിക്കിറങ്ങിയാണ്. ഇന്ന് വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എന്ത് കാഴ്ചയാണ് നമ്മൾ അതിൽ കാണാൻ പോകുന്നത്? നമ്മൾ ഇന്ന് നല്ലൊരു വാട്ടർ ഫോൾസ് കാണിക്കണം. അതായത് ഒതായി റൂട്ടിനല്ലേ, ഒതായി ചൂളാട്ടിപ്പാറ ഭാഗത്താണ് വരുന്നത് ഈ ഒരു വാട്ടർ ഫോൾസ്. അപ്പം അവിടെ വന്നാണ് കൊല്ലാങ്കൊല്ലി അല്ലെ, കൊല്ലാങ്കൊല്ലി വാട്ടർ ഫോൾസ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാഴ്ച ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരുന്നത്. അപ്പം അല്ലേ അത് ഞങ്ങളെ ഒരു എന്റർടൈൻമെന്റ് വ്ളോഗ് കാഴ്ച അല്ലേ. അതെ, അപ്പൊ ഇന്ന് ഞങ്ങള് ഈ ഒരു വാട്ടർഫോളിൽ വന്നൊക്കെയാണ്. അപ്പൊ ആ വന്ന കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ആ വയലിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നോക്കി. ഇന്ന് രാവിലെ എണീറ്റപ്പോ നല്ല മഴ കേട്ടോ അല്ലേ അലിയെ? രാവിലെ എണീറ്റ് മഴ ആയില്ലേ? അപ്പൊ അലിയറൊന്നും പോകണ്ട, മഴയാണ് ഇന്ന് അതിലില്ല. ഞാൻ പറഞ്ഞു പിന്നെ പൂവാലിയ. പിന്നെ ഈ സമയപ്പോത്തിനൊരു 10-11 മണിയായപ്പോത്തിന് മഴ ഒന്നുമില്ലേ? അപ്പുറത്തെ കോറിയിട്ടാ പൊട്ടുന്ന, ഭയങ്കര പൊട്ടുന്ന സൗണ്ട് ഇട്ടില്ല നിങ്ങള്. അപ്പൊ ഒന്ന് വാട്ടർഫോളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വന്നല്ലേ. കൊല്ലാങ്കൊല്ലി വാട്ടർ ഫോയ്സ് ആ, കൊല്ലാങ്കൊല്ലി വാട്ടർ ഫോയ്സ് ആണല്ലോ, എനിക്കറിയില്ല കാഴ്ച. അപ്പൊ ഏകദേശം കോറിയാട്ടെ, കോറിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. നല്ല നല്ല കല്ല് പൊട്ടുന്ന സൗണ്ട് കേൾക്കണമെങ്കിൽ ഞാൻ മോനതാക്കണേ. നമ്മളെ ഏകദേശം ഇവിടെ ഒരു കോറി എത്തിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് അവിടെ കേട്ടോ, വാട്ടർഫോൾ ഉണ്ടല്ലേ. കാര്യം എന്താ പറയാല്ലേ ഈ സമയത്ത് എൻജോയ്മെന്റ് ആണ്. പക്ഷെ ഇത് എവിടെയാന്ന് അറിയാൻ പറ്റുമോ ഈ സ്ഥലം? ഇത് നമ്മളെ ഒതായി റോട്ടാണ്. ഒതായി റൂട്ടാണ് ഇത് സംഭവം. കറക്റ്റ് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്ത് മെൻഷൻ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഏതായാലും വാട്ടർഫോളിന്റെ അടുത്ത് എത്താറുണ്ട്. പിന്നെ കോറിയിലെ കല്ല് പൊട്ടുന്ന ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. കംപ്ലീറ്റ് കോരട്ടെ ഗൈസ്. ആ കോറിന്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ എത്രയാലും സെറ്റപ്പ് ആയിട്ട് വ്ളോഗ് എടുക്കുന്നത് അല്ലേ അല്ലേ? ഞാൻ മോനെ ഇതിലൊക്കെ മൊബൈൽ പോയത് ആലോചിക്കുക. കോറി ഇതൊക്കെ കല്ല് പൊട്ടിച്ചെടുത്താണ് കേട്ടോ. മോനതൊക്കെ കണ്ടോക്കി ജസ്റ്റ്. എന്തായാലും നല്ല അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ നോക്കിയാൽ ഗൈസ്. പിന്നെ നോക്കിയാൽ അവിടെ നമ്മൾ പറഞ്ഞ ആ വാട്ടർഫോളിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ മഴയൊന്നുമില്ല ഏകദേശം, അതുകൊണ്ട് പിന്നെ കഴിച്ചിലായി. ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട് ചില സമയത്ത്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് ആരും ഇല്ലോണ്ട്. മോനെ ഇവ മൊബൈൽ പോയാൽ പിന്നെ പോയത് തന്നെ കേട്ടോ. അതില് മൊബൈൽ പോയാൽ പിന്നെ പോയി. അതിൻ്റെ എത്ര ദൂരം പോയി? പോരാ സൈമ, പോരാ എത്തിയില്ല. ഞാൻ വിചാരിച്ച അത്ര പോയില്ല അല്ലേ. ഒന്നും പാടെ അത് നേരത്തെ അത്ര എത്തിയില്ല കൈസ്. എവിടെ നേരത്തിന് അത്ര എത്തിക്കണേ? നേരത്തെ അത്ര എത്തിയിട്ടൊന്നുമില്ല. ഇവിടെ എടുത്തിയാടിയേക്കാം നോക്കി കഴിച്ചു. മൂന്നാമത്തെ കയറി 1 2 ഓക്കെ 1 2 3 സ്റ്റാർട്ട്. അത് ഒന്ന് വൈഡായിട്ട് വീണെന്നുള്ളൂ, അല്ലാതെ ഒക്കെ ശരിയാണ്. അപ്പൊ എന്തായാലും എറിഞ്ഞോണ്ടില്ല അത് പറ. ഇല്ല കാര്യം പറയാലോ, എറിഞ്ഞ കൊണ്ടിട്ടില്ല. ഫുൾ കല്ലാണ്, കല്ല് ഏരിയ ആണ് അല്ലേ. കോറിന്റെ ഒരു മെയിൻ ഏരിയ അല്ലേ ഇവിടെ അല്ലേ? അതാണ് കളി പറയുന്നത്. അതിനെ പിന്നെ പറയാലേ പറയും. എല്ലാരും പെട്ടെന്ന് വരുന്ന കോറി റൂട്ട് ആയതുകൊണ്ട് ഈ കൊല്ലംകല്ല് തന്നെ കുറെ കാലം കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പൊ അതിന് മുമ്പ് എല്ലാവരും എൻജോയ് ചെയ്യാം. കാരണം അതിമനോഹരമായ കാഴ്ചയാണ്. അതിമനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലേറെ മനോഹരം. കൊറേ വലിയൊരു പാറിന്റെ മുകളിലാണ് വെള്ളം വരുന്നത്. അപ്പൊ ആ പാറ പൊട്ടിക്കഴിഞ്ഞാ ഈ കൊല്ലംകൊല്ലി ഇല്ലാതെയായി പോകും കൈസ. അപ്പൊ അതിനു മുമ്പിൽ വന്ന് അതിന്റെ പൊട്ടിത്തീരിന് മുമ്പ് വന്ന് കാണുന്നതാണ് അലി പറഞ്ഞത്. അതാണ് നമ്മളെ മെയിൻ നടൻ അലി പറഞ്ഞത് നമുക്ക്. അപ്പൊ അലി നോക്കിയാൽ എക്സ്ട്രാ തോർത്ത് മുണ്ടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുളിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു വന്നാണ് ഗൈസ്. അവിടെയാണ് ഏകദേശം വാട്ടർഫോളിന്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. യാ മോനെ ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഇനി എന്തെങ്കിലും പറയണ്ടോ? ഇനി പറയാച്ചാ ഇതൊക്കെ എൻജോയ്മെന്റ് ചെയ്തില്ലെങ്കിൽ വേറെന്താ എൻജോയ്മെന്റ് ചെയ്യാ? അതന്നെ കാര്യമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് മലപ്പുറത്തെ മണ്ണിൽ നിന്നും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാകുമ്പോ നമ്മളെ മിസ് ചെയ്യരുത്. അതാണ് പറയാനുള്ളത്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല ചൂടുണ്ടായിട്ട് കുറച്ച് നേരത്തെ. അപ്പൊ ഗൈസ് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കുറച്ചുകൂടെ നടക്കാണ്ട് കേട്ടോ. അപ്പോ അതാണ് കാഴ്ചകളൊക്കെ. ഏകദേശം വാട്ടർഫോളിന്റെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകല്ല, ഏതാനും മൈക്രോ സെക്കൻഡുകൾക്കകല്ല, ഏതോ നാനോ സെക്കൻഡുകൾക്കകല്ല, ഏതാനും മിനിറ്റുകൾക്കകമല്ല, ഏതൊരു മൈക്രോ സെക്കൻഡുകൾക്കകം നമ്മൾ എത്തിച്ചേരാണ് ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് വാട്ടർഫോൾ, ഇതാണ് കാഴ്ച, ഇതാണ് കാഴ്ച അല്ലേ അല്ലെ, ഇതാണ് കാഴ്ച, ഇതാണ് കാഴ്ച കാഴ്ച. അപ്പൊ അലിയാണെങ്കിൽ പൊലഞ്ചേരി കഴിച്ചു. പറ തിരിച്ചെടുക്ക നമുക്ക് കാണാം. തിരിച്ച് നമുക്ക് എടുക്കുന്നുണ്ട്. ഏകദേശം എത്തിക്കഴിഞ്ഞുള്ള കാഴ്ചകൾ പോരെ കഴിച്ച് തിരിച്ചെടുക്കല്. അല്ലെങ്കിൽ ക്യാമറ നമ്മളെ ഫേസിലേക്ക് മാത്രം ഉദിച്ചുകൊണ്ടിരിക്കണം. മോനെ ഇത് ഒരു വൈബ് ഏരിയ കഴിച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിച്ച്. അങ്ങനെ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ചോലുണ്ട് ചെറുതായിട്ട്, അതിന് വരുന്ന വെള്ളം പോകുന്ന ചോലയാണ് കണ്ടോ. പക്ഷെ ആ ചോലെന്നല്ല നമ്മൾ ഫസ്റ്റ് കാണണ്ട്. വാ വെള്ളച്ചാട്ടം. അലിവിന് മുമ്പിൽ പിന്നെ ദാതേ നടക്കുന്നുണ്ട് എല്ലാത്തിലും. മുമ്പ് തന്നെ നമ്മളെ മെയിൻ അലിയാണ്. ഇതൊരു ചെറിയ റൂട്ട് കേട്ടോ. വണ്ടി അവിടെ തലക്കൽ നിർത്തിയതിനു ശേഷം കുറേ നടക്കണം കുറച്ചും കൂടെ ഉള്ളിക്ക്. മോനെ അലിയ എടാ അവിടെ നിന്നൊരു ഗുഹ ഉണ്ടടാ ഉള്ളില്. മതി മതി, വെള്ളത്തിന്റെ ശബ്ദം കൊണ്ട് ഇനി സൗണ്ട് കേൾക്കാൻ അറിയില്ല. കാണുക കഴിച്ചില്ലേ അലിയ, കാണുക. മോനെ നോക്കി വൈക്കുക എന്നാ മതി. ഗായ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ് ഏരിയ. ഇതിലൊന്നും കള്ളത്തരം പറയില്ല ഗായ്, ഇതൊക്കെ സത്യമല്ല അല്ലേ. ആലിനോട് പറഞ്ഞാൽ പല ആൾക്കാരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആല് ഒരു ടൂറിസ്റ്റ് നല്ല ചെക്കനാണ്. അതായത് എല്ലാവരെയും നല്ല വഴിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആലി കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ ഒരു കൊല്ലാങ്കൊല്ലിയിൽ അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ ആദ്യം മിസ് ചെയ്യരുത്. അത് ചിലപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ചിലപ്പോൾ ഈ പാറയൊക്കെ പൊട്ടിച്ചില്ലാതെയായി പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം നീ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ വരുന്ന ഒരു സ്ഥലമാണ്. ഇറങ്ങാണ്ട് ഞാൻ വിളിച്ചു കൊണ്ടുവന്ന കഴിച്ച. അപ്പോൾ ഓക്കെയാണ് മോനെ, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ ഒരു വെള്ളത്തിൽ ചാടണമെന്ന് തോന്നുന്നു കഴിച്ചു. ആ ചാടിയിട്ടില്ലാതെ ഇനി പോക്കില്ല. ഒരു തിരിച്ച് മടക്കല്ലേ കഴിച്ചു. ഇവിടുന്ന് ചാടിയില്ല. നോക്കിയാൽ നിങ്ങൾ ഈ വാട്ടർഫോളിൽ എന്തായാലും ചാടണം. കാരണം ചാടിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈ നിമിഷത്തെ, എൻ്റെ ഈ മണിക്കൂറിൽ, എൻ്റെ നാല് സെക്കൻഡിലെ പൈക്കോ സെക്കൻഡില്ല ഈ നല്ല സമയം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ചാടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു അത് വളരെ മോശമാണ് കഴിച്ചു. കാരണം ഇനി ഒരു കാഴ്ച ചിലപ്പോൾ കാണാൻ പറ്റിക്കോളുന്നില്ല. ഈ ഒരു കാഴ്ച ചിലപ്പോൾ കാണാൻ പറ്റിക്കോളുന്നില്ല കഴിച്ചു. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സമയത്ത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അലിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അലിയുടെ മുണ്ടൊക്കെ ആയിട്ട് വന്നേ. അലിയ മുണ്ടല്ലേ? മുണ്ടുണ്ട്. ഒരു കള്ളി മുണ്ടൊക്കെ എടുത്തിട്ടാണ് അലി വന്നത്. അപ്പോൾ വെള്ളത്തിന്റെ ശബ്ദം കൊണ്ട് എത്രത്തോളം ശബ്ദത്തിൽ നമ്മളെ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്നാലും ഗായ്സ് നമ്മളെ കൊണ്ട് മാക്സിമം എടുക്കുന്ന അത്ര എഫേർട്ട് നമ്മൾ എടുത്തിട്ടാണ് കാഴ്ച ഇതിൽ വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾ കാണുക ഈ കാഴ്ച. ഇത് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു കാഴ്ചയാണ് കാഴ്ച. സോ അടുത്തോണേ വൈക്ക് വെക്കരുത്, അതാണ് പറയാനുള്ളത്. നമ്മളെന്തായാലും ഈ പാറമോട് കുറച്ച് മേലക്കയറിയാക്കട്ടെ. ഓ മോനെ, ഇതിലിഞ്ഞ് വേറെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം. പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് പോകാൻ കഴിയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഫുൾ പായലാണ്. ഈ പായൽ വടിക്കടിച്ച് വീണ് കഴിഞ്ഞാൽ നേരെ താഴ്ത്തുണ്ടാവും. അതാണ് പറയാനുള്ളത്. പക്ഷെ ഇവിടെ നല്ല ഉണങ്ങി വരും കേട്ടോ. ഇവിടെയൊക്കെ വെയിലറച്ചില്ല തുടങ്ങിയാണ്. എന്താണ് അവിടുന്ന് അതിൽ ദൂരത്ത് നിന്ന് പറയുന്നുണ്ട്. അതായത് ശ്രദ്ധിച്ച് കയറണം. ശ്രദ്ധിച്ച് കയറി കഴിഞ്ഞാൽ ഒന്നും ഒരപകടവും പറ്റാതെ മുകളിലേക്ക് എത്താം. അല്ലെങ്കിൽ ഒരു മിനിറ്റിനകം താഴത്തേക്ക് പറന്നെത്തണം കഴിച്ച്. അതാണ് കാഴ്ച ഈ ഒരു കൊല്ലാങ്കൊല്ലിയിലെ കാഴ്ച. പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്ഥലത്തെ കുറിച്ച്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കാഴ്ച ഒരിക്കലും. ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് മാറും ഇത് ഈ സ്ഥലം. കാരണം ഇത്ര ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. നോക്കിയാണ് എൻ്റെ ഹൈറ്റ് നോക്കി. ആ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടുന്ന ഈ വാട്ടർഫോളിൻ്റെ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ അതിസുന്ദരമാണ് കാഴ്ച. നോക്കിയാണ് എനിക്ക് വീണ്ടും അതിലേക്ക് നോക്കി നിന്നിട്ട് സമയം പോകുന്നതിന് അറിയുന്നില്ല. നോക്കിയാണ്
ഇവിടെ കംപ്ലീറ്റ് ഒരു കാട് ഏരിയ. കാടും കണ്ടോ, മല പാറയാണ് മുകളിൽ കണ്ടോ. അവിടെയൊക്കെ ഫുൾ കമ്പിയിൽ ഇട്ടിച്ചാണ്. നോക്കിയാണ് സൂം ചെയ്ത് നോക്കിയാണ് കണ്ടോ, അവിടെ ചെറുങ്ങനെ കമ്പിയിൽ ഇട്ടിച്ചാണ് കണ്ടോ. അവിടെ എന്ത് സംഭവം എന്ന് അറിയില്ല. അവിടെ ഒരു ടേബിൾ ടോപ്പ് അതിൽ സ്ഥലമായിരിക്കും അവിടെ, അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് താഴ്ത്തുന്നത്. പക്ഷെ മുകളിലെത്തിയാലേ അറിയുള്ളൂ. അങ്ങോട്ടുള്ള റോഡ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും പോയൊക്കെ ഹെൽപ്പിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു കാഴ്ച നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് മുകളിലേക്ക് കയറിയതാ കേട്ടോ. ഫുൾ പച്ചപ്പാണ്. പച്ചപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് മുളച്ചിട്ടുണ്ട് പാറിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ ഇവിടെ നല്ല ഉണങ്ങിയ ഇതിലേക്ക് ചവിട്ടി പോകാം ധൈര്യമായിട്ട്. അല്ലാതെ ഈ പായൽ ചവിട്ടി കഴിഞ്ഞാലാണ് ഒറ്റയടിക്ക് അടിയിലെത്തുക. പിന്നെ അലി താഴത്തന്നെ ഉണ്ട് കണ്ടോ, അലി താഴത്തന്നെ. അല്ലേ വിയല്ലേ ആ വച്ചാനെ പറയണോ, തണുപ്പാണോ? വരുന്നുണ്ട് തണുപ്പാലേ. ഞാൻ വരുന്നുണ്ട്. മലവെള്ളമാണ്, മലവെള്ളം തന്നെയാണ് കഴിച്ച് നമ്മളിപ്പോൾ കാണാൻ പോയത്. കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ മലവെള്ളം തന്നെയാണ് ഇങ്ങനെ. ഇവിടെ ഒരു കാട് പ്രദേശമാണ്. സൈഡിൽ കംപ്ലീറ്റ് കാട്, അതിൻ്റെ അടിയിൽ കൂടെ ഒരു വഴി, ചെറിയൊരു ഇടവഴി. അവിടെയാണ് ഈ ഒരു വാട്ടർഫോൾ കിടക്കുന്നത് കേട്ടോ. കൊല്ലാങ്കൊല്ലി. ഈ കൊല്ലാങ്കൊല്ലി എങ്ങനെ പേര് ഒന്നും അറിയില്ല കഴിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. എനിക്കറിയില്ല, ഞാൻ അതിനോട് ചോദിച്ചോല്ല കേട്ടോ. അതായത് കൊല്ലാത്തവരെ കൊല്ലുന്ന സ്ഥലമാണ് തോന്നുന്നത്. അതായിരിക്കും സംഭവം. അതായി കാരണം കൊല്ലാങ്കൊല്ലി എന്ന് പേരിട്ട് ഇവിടെ. പക്ഷെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നോക്കാം. ഈ ഒരു പാറപ്പുറത്തെ കുഴങ്ങിട്ട് കഴിച്ച്. കാരണം അത്രയും താഴത്തു നിന്നാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി വന്നത്. ഇവിടെ ഒരു ചെറുങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കാം കേട്ടോ. പക്ഷേ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴേ നല്ല നല്ല സമയം എങ്ങനെ പോകണറിയില്ല കഴിച്ച്. ക്ഷീണിച്ചേച്ചു പോണ ബൈക്കിൽ കുറച്ച് വെള്ളം കുടിക്കണം. നമ്മൾ കുറച്ച് ചായ കുടിച്ചാൽ വന്നു കേട്ടോ. അവിടെ വിശക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒക്കെ ദഹിച്ചുള്ളിലൊക്കെ ആ കുറച്ച് ഫുഡ് കഴിച്ച് അതില്ല കംപ്ലീറ്റ് ദഹിച്ചു പോയിട്ട് കഴിച്ച്. അല്ല ചാടല്ലേ അല്ല ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ വിളിക്കുന്നുണ്ട് കണ്ടോ, അടി നോക്കിയാൽ നിങ്ങൾ വായ വിളിക്കുന്നുണ്ട്. കാരണം അവർ ചാടാനായിട്ട് വന്നതാണ്. ഞാൻ അവിടെ പറഞ്ഞാണ് വാ മുണ്ടെടുത്ത് പോവാ. എന്തായാലും നമ്മളൊരു കുറേ വാട്ടർഫോൾ പോകണമല്ലേ. അപ്പോൾ ഒന്ന് ചാടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മുണ്ട് അത്യാവശ്യമാണ്. കാരണം ഇന്ന് ഷോർട്സൊക്കെ ഉണ്ട് ഇടയ്ക്കിന്. ഇന്ന് ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് വന്നേ. അപ്പോൾ പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. ഷോർട്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെയ സമയത്ത് വെള്ളത്തിൽ ചാടാം. അപ്പോൾ പിന്നെ തോർത്താനൊരു മുണ്ട് വേണം. അത് വേണം ഗൈസ്, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ആകെ നഞ്ഞു വിളിച്ചു. ഇപ്പം എന്തായാലും മഴയാണ്. മഴയെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുങ്ങനെ ചാറ്റിലുണ്ട്, ചെറിയൊരു ചാറ്റിൽ പൊടിച്ചാറ്റിലെന്നൊക്കെ അറിയില്ലേ, അങ്ങനത്തെ ചാറ്റിലാണ്. പിന്നെ ഒന്ന് മൂത്രയിക്കണം. അതിന് മൂത്രയിക്കാൻ നമ്മൾ എവിടെയൊക്കെ പോയി. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വന്നാൽ പ്രത്യേകിച്ച് എനിക്ക് മൂത്രയിക്കാൻ മുട്ടും. എന്താ അറിയില്ല, ഇവിടുത്തെ വെള്ളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാണെങ്കിൽ വേറെ വൈബായിക്കാൻ കേട്ടോ. ഇവിടെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. ഇവിടെയൊക്കെ ഇരുന്നാണ്ട് എടുത്തതിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണല്ലോ മാനെ കൊല്ലാങ്കൊല്ലിന്ന് കൊല്ലിച്ചു പോവാ. ഇപ്പം ഇതാണ് കഴിച്ചാൽ നമ്മൾ ഇറങ്ങി കയറി വന്ന റൂട്ട് ഇട്ടോ നോക്കിയാണ് മോനെ. ഏകദേശം നമ്മൾ മിഡിലെത്തിയിട്ടുണ്ട്. ഈ മിഡിലെ കാഴ്ചകളായി കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ആ വെള്ളം തിന്നണ കാഴ്ചയൊക്കെ നിങ്ങൾ ആ ഒരു മരത്തിൻ്റെ അടിയിൽ കൂടെ അടക്കണി. ഓ മോനെ, ഇതൊക്കെ കാണാനൊക്കെ ഇറങ്ങിയല്ലോ. അടിപൊളി വൈബായി പോയി. ഞാൻ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ചൂളാട്ടിപ്പാറ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വിചാരിച്ചാണ് ഞാൻ അറിഞ്ഞതല്ല കേട്ടോ. അതിൽ നമ്മളെ കൊണ്ടുവന്നപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൈസ് അങ്ങനെ മുകളിൽ നമ്മൾ ഫൈനലി താഴത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. താഴെ ഭാഗം നോക്കിയാണ് ഇവിടെ എൻ്റെ അവസാനിക്കുന്നില്ല. വെള്ളം ഇങ്ങനെ ചാടിയിട്ട് മുകളിൽ നിന്ന് ചാടിയിട്ട് അവസാനിക്കുന്ന എൻ്റെ ഇവിടെ കേട്ടോ. ഈ കാണാൻ ചാടുന്നത് ഇവിടെ വലിയ ആയങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കിലൊരു ഏരിയ കേട്ടോ ഇവിടെ. ഇല്ല അല്ലേ, സൺഡേ ഒക്കെ നല്ല ആൾക്കാരുണ്ടാവില്ലേ? സൺഡേ ഒക്കെ നല്ല ആൾക്കാരുണ്ടാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അലി പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മരത്തിൻ്റെ ചോടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അലി അവിടെ നല്ല സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ശബ്ദമല്ലേ അടിപൊളി അച്ഛനെ. അപ്പൊ എന്തായാലും ഇവിടുന്ന് 4-5 ഫോട്ടോ ഒക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ സോ ഗൈസ്, അപ്പൊ ഏതായാലും ക്ഷീണിച്ചിട്ടോ. നല്ല ക്ഷീണിച്ചില്ലേ? ക്ഷീണിച്ചില്ലേ? നല്ല ക്ഷീണിച്ചിരിക്കണേ. അവിടെ കൊറേ നടന്നത്. പിന്നെ വെള്ളത്തിലവിടെ ഇവിടെ കുറെ ചാടി തലക്ക് കഞ്ഞി നോക്കിയാണ്. തലക്ക് ആകെ നഞ്ഞു വിളിച്ചിട്ടുണ്ട്.
അത് നമ്മളെ ആ വെള്ളത്തിന്റെ അതിന്റെ ഉള്ളിൽ താഴത്ത് പോയി ഇങ്ങനെ നിന്നില്ല കുറെ നേരം. അപ്പൊ നല്ല വെള്ളം ചാടിയിട്ട് തലയൊക്കെ നഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു മരത്തിന്റെ ചോടനുണ്ടെങ്കിൽ ചെറിയൊരു മരമുണ്ട്. ഈ മരത്തിന്റെ കൊമ്പിന്റെ ഇതിലൊക്കെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അതിന് താഴത്ത് ഇരുന്ന് കാണിങ്ങനെ നല്ല കാറ്റുള്ളതാണ് ഇപ്പൊ. ഇല്ലേ നല്ല തണലുണ്ട്. ഈ സമയത്ത് എന്താണ് അലിക്ക് പറയാനുള്ള അല്ലേ? പറയാനില്ലെന്ന് പറയണെങ്കിൽ ഇതൊക്കെ എൻജോയ്മെന്റ് ചെയ്യണം. പിന്നെ പറയുകയാണെങ്കിൽ ചെറിയ അതായത് ഒതേന്ന് കുറച്ചുള്ളൂ ഇങ്ങോട്ട് നമ്മള് വന്ന് എൻജോയ്മെന്റ് ചെയ്യാം. അങ്ങനെ കുറെ കാലം ചിലപ്പോ ഉണ്ടായിക്കോളുന്നില്ല ഇവിടെ. കുറെ കാലം ഇത് ഉണ്ടോണമെന്നില്ല. കാരണം അവിടെ കോറിന്റെ ഏരിയ ആണ്. ഇത് ചിലപ്പോ പൊട്ടി പോകുന്നു പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വൈബ് ചിലപ്പോ എപ്പോഴും കിട്ടിക്കോളുന്നില്ല അല്ലേ? നോക്കിയാൽ കേട്ടോ കംപ്ലീറ്റ് ഈ വാട്ടർഫോളിന്റെ ഈ ഒരു വെള്ളച്ചാട്ടത്തെ കേട്ടോ. ചിലപ്പോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു സുഖമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക്. കാരണം ഈ വെള്ളച്ചാട്ടം ചാടേണ്ടതാണ് കാണുകളിൽ കണ്ടോ. അതിന് ഏറ്റവും ടോപ്പ് ലെവൽ ഉണ്ടോ, ആ ടോപ്പ് ലെവലിൽ വെള്ളം ചാടങ്ങനെ കാണണം. അത് കണ്ടിങ്ങനെ ഇവിടെ ഇരിക്കാണില്ല. നേരത്തെ ആയത്തിന്റെ ചെറിയ പാറുണ്ട് കേട്ടോ. ഇത് ഇരുന്നിങ്ങനെ കാണുക ഉണ്ടല്ലോ വേറെ വൈബാ മോനെ. പിന്നെ കുറെ ഫോട്ടോ എടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുറെ ഫോട്ടോ എടുക്കാം. അതുപോലെ പക്ഷെ ഇതിന്റെ വലിയ പ്രത്യേകത അറിയോ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു തോടാണ്. ചെറിയ തോടല്ലേ, അവിടുന്നാണ് ഇത്ര വലിയ വെള്ളച്ചാട്ടം. മുകളിൽ തോടാ ഞങ്ങൾ പോയിക്കണേ ഇതിന്റെ മുകളിലേക്ക് പോയിക്കണേ. പക്ഷെ ഞാൻ ഇതിന്റെ മുകളിലേക്ക് പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ കാലത്ത് പോകാൻ പറ്റില്ല, മഴ കൊണ്ട് പോകാൻ പറ്റില്ല അല്ലേ? മുകളില് നല്ല തോടുണ്ട്, വലിയ തോടാണ്. വലിയ തോടല്ലേ? തോടുന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഈ വെള്ളം അങ്ങനെ ചാടി വരുന്നല്ലേ? കണ്ടത് ചാവാൻ പറയാനാക്കണേ. മുകളിൽ നിന്ന് ചാടി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഒരു തോടുന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അലി പോയതാണ്. അലി പരിചയമുള്ള ഒരാളാണ്. അലി ഏകദേശം മലപ്പുറം ജില്ലയിലെ ഒരുപാട് ഇങ്ങനത്തെ വെള്ളച്ചാട്ടം വാട്ടർഫോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറങ്ങുന്ന ഒരാളാണ്. അതാണ് നമ്മൾ അലിനെ തന്നെ കൂട്ടിയത്. അലിക്കിന്റെ ഏത് മുക്കിലും മൂലയിലും അറിയും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശനി ഞായർ ഇവിടെ ഭയങ്കര തിരക്കേക്കാരോ. നല്ല തിരക്കുണ്ടാവൂലേ? നല്ല തിരക്കേക്കാരോ. ഞാൻ ഒരു ഞായറാഴ്ച വന്നപ്പോ ഫുൾ ഫാമിലിക്ക് വരാ. പിന്നെ ചെക്കന്മാരൊക്കെ ഫുൾ സെറ്റായിട്ട് വരുന്ന ഏരിയയിലെ റൈഡേഴ്സ് ആണ് ഇവിടെ കാണാൻ വരുന്നത്. കാരണം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. വണ്ടർഫുൾ മിറാക്കിൾ വെള്ളച്ചാട്ടം ഏതായാലും ഇതിന്റെ തകരന്മാര. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടുന്ന് പോന്നിട്ടോ. അതായത് കൊല്ലാങ്കൊല്ലി വെള്ളച്ചാട്ടം അല്ലേ നമ്മൾ ഫിനിഷ് ആക്കില്ല അല്ലേ? കണ്ട് ചാടി ഇതാക്കണം. അതിലൊക്കെ മുള്ളമന്തിന്റെ ഇരിക്കണ കൂട്ടിയൊക്കെ ഓക്കെ നഞ്ഞു കുളിച്ചിക്കണേ. അപ്പോൾ സംഭവം ഗൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത് ഗൈസ് അല്ലേ? ബെല്ലടിക്കണം. പിന്നെ അല്ലെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കല വേണ്ടല്ലേ? പൊട്ടിച്ചെറിയ അല്ലെ? അപ്പോഴാ പിന്നെ നമ്മള് പുതിയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കാണൂല അല്ലെ? അല്ല ഇനിയും കൊറേ വീഡിയോ പറന്നത്താണ്ട് ആലി നടനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഈ വീഡിയോ ഈ ഒരു കൊല്ലാങ്കൊല്ലി ഈ ഒരു വള്ളത്തിന് ഈ കൊല്ലാങ്കൊല്ലി ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഈ ഒരു കൊല്ലാങ്കൊല്ലി വാട്ടർഫോളിന്റെ അടുത്ത് വെച്ചാണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.